കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച 4 കുഞ്ഞുങ്ങളുടെയും ഖബറടക്കം അല്പസമയത്തിനകം തുപ്പനാട് ജുമാ മസ്ജിദിൽ നടക്കും. ഇപ്പോൾ കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിദ, റിദ, ഇർഫാന, ആയിഷ 4 കുഞ്ഞുങ്ങൾ ഇന്നലെ സ്കൂളിൽ ക്ലാസ് വിട്ടതിന് ശേഷം ഒരുമിച്ച് വീട്ടിലേക്ക് കളിചിരികളോടെ പോയ 4 കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്കാണ് നിയന്ത്രണം വിട്ട ടോറസ് ലോറി പാഞ്ഞ് കയറിയത്. 3 കുഞ്ഞുങ്ങൾ തൽക്ഷണം മരിച്ചു. ഒരു കുഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയും മരിച്ചു. ഇന്ന് സ്കൂളിൽ അവധിയാണ്. ഇന്ന് പഠിച്ച സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകുന്നില്ല. അതിന് പകരമാണ് കരിമ്പനയ്ക്കൽ ഹാളിൽ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത്. നിരവധി ആളുകൾ, മന്ത്രിമാരായ എം പി രാജേഷ്, കെ കൃഷ്ണൻകുട്ടി, അതോടൊപ്പം തന്നെ MLA കെ ശാന്തകുമാരി അടക്കമുള്ളവർ പൊതുദർശനം കരിമ്പനയ്ക്കൽ ഹാളിൽ എത്തിയിരുന്നു. പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ 4 കുട്ടികൾ, നിദയും, റിദ, ഇർഫാന, ആയിഷ എന്നീ 4 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഖബറടക്ക ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അങ്ങേയറ്റം ഉള്ളിലേക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ ഈ പനയമ്പാടത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. കുട്ടികളുടെ വീടുകളിൽ നിന്നും അതോടൊപ്പം തന്നെ പൊതുദർശനം നടന്ന ഹാളിലുമടക്കം നിരവധി ആളുകളാണ് അവിടെ എത്തിച്ചേരുകയും ചെയ്തത്. ഒരുപക്ഷെ ഇത് വരുത്തിവെച്ച ദുരന്തം എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ഇത്തരത്തിൽ നിരന്തരം അപകടങ്ങളുണ്ടാകുന്ന ഒരു സ്ഥലത്ത് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്കിടയാക്കുന്നതെന്ന് പലതവണ ദേശീയപാത അതോറിറ്റിയെ ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും എടുക്കാതെ അങ്ങനെ നിരന്തരം അപകടത്തിന് വേദിയാക്കി ഒരു റോഡിനെ വിട്ടുകൊടുത്ത ദേശീയപാത അതോറിറ്റി നടത്തിയ കുറ്റകരമായ അനാസ്ഥ, അവരുടെ ഇടപെടലിൽ നടന്നൊരു കൊലപാതകമെന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം. 4 കുഞ്ഞുങ്ങൾ ജീവിതത്തിലേക്ക് കാലത്ത് വെച്ച ചിത്രശലഭങ്ങളെപ്പോലെ പറന്നു നടക്കേണ്ടിയിരുന്ന 4 കുഞ്ഞുങ്ങൾ, 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ 4 കുഞ്ഞുങ്ങളാണ്. നിദ, റിദ, റിയ, ഫാത്തിമ, ഇങ്ങനെ 4 കുഞ്ഞുങ്ങൾ, അവരുടെ ജീവൻ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ അച്ഛനമ്മമാർ, വല്ലാത്ത ദുഃഖം, നടുക്കുന്ന കാഴ്ചകൾ, സങ്കടക്കടലിലാണ് ഒരു നാട് ഒന്നാകെ. അതിന് വരുത്തിവെച്ചത്, ആ ദുരന്തത്തിന് ഇടയാക്കിയത് ദേശീയപാത അതോറിറ്റിയുടെ കുറ്റകരമായ അനാസ്ഥയും. കരിമ്പ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ ഇന്നലെ വൈകുന്നേരം 3:45 ഇപ്പോൾ സ്വാലിഹ് ചേരുകയാണ്. ഇപ്പോൾ സ്വാലിഹ്, നമുക്ക് കാണാൻ കഴിയുന്നത് ഖബറടക്കത്തിനുള്ള ചടങ്ങുകൾ, ഖബറടക്കത്തിനായി മണ്ണ് കുഴിമാന്തുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഖബറടക്കം. ഇനി അവിടെ മതപരമായ ചടങ്ങുകൾ കൂടുതലായൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നിലവിൽ കരിമ്പനയ്ക്കൽ ഹാളിൽ തന്നെ മയ്യത്ത് നിസ്കാരം നടത്തിയിരുന്നു. ഇനി ജുമാ മസ്ജിദിലും സ്വാഭാവികമായ മതപരമായ ചടങ്ങുകൾ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ജുമാ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ 12 മണിക്ക് മുമ്പ് തന്നെ ഈ ഖബറടക്കം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുത്തടുത്ത 4 കുഴികൾ. സിജു, ഖബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിൽ മയ്യത്ത് നമസ്കാരവും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ച് പാണക്കാട് സാദിഖലി തങ്ങൾ നേതൃത്വം നൽകി. ഇവിടെ പള്ളിയിലെ ഇമാമാണ് ഇവിടെ നേതൃത്വം നൽകുന്നത്. പള്ളിയിലെ നിസ്കാരം പൂർത്തിയാവുന്നതോടെ, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, ഇനി പ്രാർത്ഥന കൂടി പൂർത്തിയാവുന്നതോടെ ഈ മൃതദേഹങ്ങൾ ഖബറിടത്തിലേക്ക് കൊണ്ടുപോകും. 4 നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ അടുത്തടുത്ത് തന്നെയായാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒറ്റ ഖബറിനകത്ത് 4 അറകളായി തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഒരുമിച്ച് കളിച്ച് നടന്നവരാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. ഇന്നലെ സ്കൂള് കഴിഞ്ഞ് ഒരുമിച്ച് മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടൊന്നാകെ വലിയൊരു ദുഃഖത്തിലാണ്. നമുക്ക് ഈ ജനപങ്കാളിത്തമൊക്കെ അതുകൂടി നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ഒരു ജനാവലിയാണ് ഈ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരുന്നത്. മുഴുവൻ പേർക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഈ നേരത്തെ സംസ്കാര ചടങ്ങുകൾ, ഖബറടക്ക ചടങ്ങുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇവിടെ 10:30 വരെ തന്നെ കൊണ്ടുപോയത്, 10 മണിക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഡൽഹിയിൽ പഠിക്കുന്ന മരിച്ച ആയിഷയുടെ സഹോദരി എത്താനുണ്ടായിരുന്നു. അവരെത്തിയ ഉടനെ തന്നെ ഒന്നിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ പള്ളിയിലെ പ്രാർത്ഥന പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഖബറിടത്തിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്.
അല്പസമയത്തിനകം തന്നെ സംസ്കാരം ഉൾപ്പെടെയുള്ള ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. 4 പേർ ഒന്നിച്ചു തന്നെ മടങ്ങുകയാണ്. കുടുംബം ഒരു പക്ഷെ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. അത്രമേൽ ദുഃഖത്തിൽ, സങ്കടത്തിൽ ആ കുടുംബങ്ങളും ഒപ്പം ഈ നാടും ഒരുമിച്ച് നിൽക്കുന്നു. ഇന്നലെ ഈ അപകടം നടന്ന വൈകുന്നേരം തൊട്ട് ഈ 4 വീടുകളിലേക്ക് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സാഹചര്യം, ഈ നാട്ടുകാരൊക്കെ ഒന്നിച്ച് ജില്ലാ ആശുപത്രിയിലേക്കുമൊക്കെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെ തന്നെ 4 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ഇന്നലെ തന്നെ സർക്കാർ ഇടപെട്ട് പൂർത്തിയാക്കി വേഗം വിട്ടു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. 2 മന്ത്രിമാർ, ജില്ലയിലുള്ള 2 മന്ത്രിമാരും ഇതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. ഇന്ന് 6 മണിയോടെ ഇവരുടെ ഭൗതിക ശരീരങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുവന്നു. അതിൽ റിദ ഫാത്തിമയുടെ വീട്, അവരൊരു വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. തൊട്ടടുത്തുള്ള ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിലാണ് റിദ ഫാത്തിമയുടെ പൊതുദർശനം നടന്നത്. അതിനുശേഷം 4 പേരുടെയും ഭൗതിക ശരീരം 9 മണിയോടെ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചു. അവിടെയാണ് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ കാണാൻ സൗകര്യമൊരുക്കിയിരുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ പള്ളിയിലേക്കുള്ള യാത്രയിലും വിലാപയാത്രയിലും അങ്ങനെ ആളുകളുടെ വലിയ പങ്കാളിത്തം. നേരത്തെ തന്നെ ആളുകളോട് പള്ളികളിലേക്ക് നീങ്ങാൻ പറഞ്ഞിരുന്നു. ഈ ഒളു എല്ലാം ചെയ്ത് നമസ്കരിക്കാൻ തയ്യാറായി നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം എല്ലാവർക്കും ഒരുമിച്ച് സ്നാനം വരുത്താനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതായാലും പ്രാർത്ഥന പൂർത്തിയാവുന്നതോടെ ഈ ഭൗതിക ശരീരങ്ങൾ ഖബറടക്കുന്നതിനായി പള്ളിയുടെ തൊട്ട് പുറകിലുള്ള നമ്മൾ ഈ കാണുന്ന ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. ഈ ഖബറടത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് പിന്നീട് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മറ്റു ചടങ്ങുകളൊന്നുമില്ല. ഖബറിടത്തിൽ മറ്റു ചടങ്ങുകളൊന്നുമില്ല. ഇത് പൂർത്തിയാക്കുക, അതിനുശേഷം അവിടെ ഒരു ചെറിയ പ്രാർത്ഥന മാത്രമാണ് സാധാരണ ചടങ്ങായി നടക്കാറുള്ളത്. മറ്റു നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പള്ളിക്കകത്തു നിന്ന് പൂർത്തിയായി കഴിയും. ഈ മൃതദേഹങ്ങൾ കഴുകി വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധാരണ ആചാരപരമായി ചെയ്യാറുണ്ട്. അതെല്ലാം ആശുപത്രി പരിസരത്ത് നിന്ന് തന്നെ ചെയ്ത് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ സജ്ജീകരിച്ചിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിയാണ് മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഒരു 12 മണിയോടെ ഖബറടക്ക ചടങ്ങുകൾ കൂടി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിജോ.